തോമസ് ഐസക്കുമായി നടത്തിയ വ്യക്തിപരമായ പരാമർശത്തിൽ എന്തോ ചിലത് അദ്ദേഹത്തിന് പ്രതികരിക്കാനുണ്ട്. അതിലേക്ക് പോയിട്ട് നമുക്ക് താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. തോമസ് ഐസക് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ അങ്ങനെ നിങ്ങളെ ആക്ഷേപിക്കാനൊന്നും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് 29 മുഖ്യമന്ത്രിമാരുടെ ബാധിക്കുന്ന പ്രശ്നമാണ്, എങ്ങനെ കേസ് വന്ന രാജിവെക്കണോ വേണ്ടേ എന്നുള്ളത്. മോഡി പോലും ഗുജറാത്തിൽ രാജിവെച്ചിട്ടില്ലെന്ന് നിങ്ങളാ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. ഞാനതൊന്നും എടുത്ത് നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഈ ചർച്ചയിൽ ഞാൻ എവിടെങ്കിലും അങ്ങനെ തോമസ് ഐസക്, ഈ ചർച്ചയിൽ എവിടെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ക്ലിപ്പിംഗ്സ് മീഡിയ വണ്ണിലുണ്ട്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. 29 മുഖ്യമന്ത്രിമാർക്കെതിരെയും നാളെ ആരോപണം വന്നാൽ ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്നതിന് പകരം പുറത്തുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കോമൺ ആയി ഒരു തീരുമാനം വരണം. അല്ലാതെ അതൊരു മുഖ്യമന്ത്രിക്ക് മാത്രമല്ല 29 മുഖ്യമന്ത്രിമാർക്കും ബാധകമാണ്. രാജിവെക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത്? ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പറയട്ടെ, ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല. 29 മുഖ്യമന്ത്രിമാദ്യം ഇല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടില്ല. ഞാൻ സമ്മതിക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് 29 മുഖ്യമന്ത്രിമാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അവർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വന്തം ഏജൻസി കൊണ്ടല്ലാതെ പുറത്ത് അന്വേഷിപ്പിക്കുന്നത്. നരേന്ദ്രമോദി പോലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇത് പുറത്തുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു. അത്രയും മതി. രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ തന്നെ തീർച്ചയായിട്ടും പറഞ്ഞു. ഈ സുപ്രീം കോടതി പരാമർശം ഉണ്ടായപ്പോൾ ആദ്യം വന്ന റിയാക്ഷൻ, ആദ്യം വന്ന ബൈറ്റ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റേതാണ്. സുപ്രീം കോടതി പരാമർശം ഉണ്ടായ ശേഷം ആദ്യം പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കളാണ്. താങ്കൾ പറഞ്ഞ ക്ലിപ്പിംഗ് താങ്കൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ താങ്കൾ കേൾപ്പിക്കാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ താങ്കൾ പറയുന്നത് അഗ്നിശുദ്ധി വരുത്താൻ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അഗ്നിശുദ്ധി വരുത്താൻ സ്വതന്ത്രമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ധ്വനിപ്പിക്കുന്നതായിരുന്നു താങ്കൾ നടത്തിയ പരാമർശം, അല്ലേ? അങ്ങനെയല്ലേ? അല്ല, അങ്ങനെ ധ്വനിപ്പിക്കുന്നതായി നിങ്ങൾ ധ്വനിപ്പിച്ചെടുത്തു. കാരണം നിങ്ങൾക്ക് ആവശ്യം ധ്വനികളാണല്ലോ. അപ്പൊ ധ്വനികൾക്ക് ഭിന്നസ്വരം, ഖിന്നൻ, ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത. ഞാൻ പറഞ്ഞ വാക്കിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. 1 ഇഞ്ച് ഞാൻ പുറകോട്ട് പോകില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്ന കോടതിയുടെ നിരീക്ഷണത്തോട് യോജിക്കുന്നു എന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കോടതി അത്തരം ഒരു നിരീക്ഷണം നടത്തിയാൽ ഭാവിയിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിനൊരു പ്രേരക ശക്തിയായ ആ നിരീക്ഷണം മാറണം. എന്തുകൊണ്ടെന്നാൽ നാളുകളിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ആകട്ടെ, മന്ത്രിമാർക്കെതിരെ ആകട്ടെ, അവരുടെ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കേണ്ട എന്ന് ഈ നിരീക്ഷണം ഒരു പ്രേരക ശക്തിയായി മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ അടിയുറച്ചു നിൽക്കുന്നു. ഉദയഭാനു, ഇവിടെ രാഷ്ട്രീയക്കാർ, മുഖ്യമന്ത്രിയാകട്ടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളാകട്ടെ, അവർക്കെതിരെ കോടതിയുടെ വാക്കാലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ അവരെപ്പോഴും പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാചകം ഇത് കോടതി വാക്കാൽ പറഞ്ഞതാണ്, വിധിന്യായം ഉണ്ടായിട്ടില്ല, അതിനത്രയും ഗൗരവത്തോടെ കണ്ടാൽ മതി എന്നാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം പറയുന്നു, ഒരു മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തെ ഒരു കേസിൽ പ്രതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതി പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ സത്യം പുറത്തു വരും? അദ്ദേഹത്തിന്റെ ലാഭത്തിന് വേണ്ടിയല്ലേ പ്രോസിക്യൂഷൻ നടപടികൾ പിൻവലിച്ചത്? അദ്ദേഹം കേസ് പിൻവലിക്കാനെടുത്ത ആ തീരുമാനം കൈക്കൊണ്ട മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നതിനെ ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ കേവലം പരാമർശം എന്ന അർത്ഥത്തിൽ ലാഘവത്തോടുകൂടി തള്ളിക്കളയാവുന്നതാണോ? ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ നടത്തിയ കേവല പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നുണ്ടായ പരാമർശം അത് ഒരു വിധിന്യായമല്ല എന്ന സാങ്കേതികത്വത്തോട് നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷെ ആ വാദത്തിന് വേണ്ടി അംഗീകരിക്കുമ്പോൾ തന്നെ അതൊരു അവസാനമായിട്ടുള്ള ഒരു വിധിന്യായമല്ല എന്ന നിലയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വ്യക്തിത്വത്തിനെതിരെയും അവരുടെ ആത്മാർത്ഥതയ്ക്കെതിരെയും സുപ്രീം കോടതി നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള പരാമർശമായിട്ട് അത് പരിഗണിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ കേസിൽ സുപ്രീം കോടതിയിലെ ഇന്നത്തെ പരാമർശം വളരെ നിർണായകമാണ്. ആ നിർണായകമായിത്തീരുന്നത്
മുഖ്യമന്ത്രിയുടെ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു കുറ്റാരോപണം അന്വേഷിക്കുമ്പോൾ നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാനിടയില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് വളരെ പരസ്യമായിട്ട് പറയുന്നു. അതൊരു വിധിന്യായത്തിന്റെ രൂപത്തിൽ ഇല്ല എന്ന സാങ്കേതികത്വം കൊണ്ട് അതിന് ഒരു പിൻബലമില്ലാതെ വരുന്നില്ല. അതിന് നിയമത്തിന്റെ പിൻബലം ഇല്ലാതെ പറയുന്നതുമല്ല. അവർ പറയുന്നത് കീഴ്വഴക്കങ്ങളുടെയും നിയമത്തിന്റെയും വിധിന്യായങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി, ആ ഭരണത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ള ഭരണഘടനാപരമായിട്ട് പ്രാപ്തിയുള്ള ഒരു മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിക്കെതിരെ കീഴുദ്യോഗസ്ഥന്മാരെ ഒരു അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും ഫലപ്രദമാകില്ല എന്ന് മാത്രമല്ല അവരെ കുറ്റപ്പെടുത്താൻ ആവശ്യമുള്ള തെളിവുകൾ മാത്രമേ ശേഖരിക്കപ്പെടുകയുള്ളൂ. അത് വളരെ സ്വാഭാവികമല്ലേ? അത് തന്നെയാണല്ലോ ടൈറ്റാനിയം കേസിൽ ഇപ്പോ ഉണ്ടാകാനിട വന്നത്. ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ കേരള ഹൈക്കോടതിയിൽ നിന്നായാലും സുപ്രീം കോടതിയിൽ നിന്നായാലും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ പ്രതിരോധിക്കുന്നതിന് പകരം ഒരു സ്വതന്ത്ര കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസി ധൈര്യമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ആർജവം കാണിക്കുകയല്ലേ ഈ നേതാക്കന്മാർ ചെയ്യേണ്ടിയിരുന്നത്? അപ്പോഴല്ലേ ജനങ്ങൾക്ക് കൂടുതൽ മതിപ്പും വിശ്വാസവും ഇതുപോലെ ഗവൺമെന്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അതിനു പകരം സാങ്കേതികത്വത്തിന്റെയും കേവലമായിട്ടുള്ള ഒരു വാദത്തിന് വേണ്ടി കെട്ടിപ്പടുക്കുന്ന വെറുതെ വാദമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന്റെ ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഉരുളുന്നതിന് പകരം അന്തസ്സോടുകൂടി പറയാം ഇതൊരു കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ. അന്നത്തെ മുഖ്യമന്ത്രി നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ കടമത്ത് പറഞ്ഞാൽ അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരട്ടെ. അതല്ലേ കുറച്ചും കൂടെ ഒരു കരണീയമായിട്ടുള്ള കാര്യം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ തന്നെ കേസിൽ ഒരു അന്വേഷണം ആവശ്യമാണ്. വിജിലൻസ് അന്വേഷിക്കുന്നു, വിജിലൻസ് പറയുന്നു ഉമ്മൻചാണ്ടിയെ പ്രതി ചേർക്കാൻ വേണ്ട തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കോടതി പറയുന്നത്, വിജിലൻസ് കോടതി പറയുന്നത് ഇതിൽ തുടരന്വേഷണം ആവശ്യമുണ്ടെന്നാണ്. അതിനുശേഷമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതും ഒടുവിൽ ഈ കേസ് അന്വേഷണം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് കേസുമായി മുന്നോട്ട് പോകേണ്ട എന്ന തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം എത്തുന്നത്. ഈ ഘട്ടത്തിലും സംശയത്തിന്റെ നിഴലിൽ തന്നെയല്ലേ ഉമ്മൻചാണ്ടി ഉള്ളത്? ഇത്രയും ഗുരുതരമായ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഗൗരവമായി കാണാൻ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകന് കഴിയണ്ടേ? കോൺഗ്രസിനെ പോലെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് കഴിയണ്ടേ? താങ്കൾ അതിന് പകരം കേവലം വാക്കുകൾ ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിച്ച് നിർത്തുകയാണോ വേണ്ടത്? അല്ല, കോൺഗ്രസിന്റെ പാരമ്പര്യമൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. ധാർമ്മികതയെക്കുറിച്ചും ആരും ഇവിടെ സംസാരിക്കേണ്ട. അങ്ങനെ പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയല്ലേ CBI? ഈ രാജ്യത്ത് കേന്ദ്രമന്ത്രിമാർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള സകല ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തുന്ന CBI അല്ലേ? മാത്രമല്ല ആ CBI കൂട്ടിലടച്ച തത്തയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും കേരളത്തിലെ പല നേതാക്കന്മാരും പല കേസുകളും CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എന്ത് അടിസ്ഥാനത്തിലാണ്? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസിയായ CBI, സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അന്വേഷണ ഏജൻസികൾ, ആ ഏജൻസികളുടെ വിശ്വാസ്യതയെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചോദ്യം ചെയ്യും, ഭരണത്തിൽ വരുമ്പോൾ അതിനെ അംഗീകരിക്കുകയും അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടെ വന്നിരുന്ന് ചാനലുകളിൽ ചന്തത്തിന് വേണ്ടി വർത്തമാനം പറയുമ്പോൾ അതിനോട് യോജിക്കാൻ എന്നെ കൊണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ഒരിക്കലും ഇടതുപക്ഷം കേരളം ഭരിക്കത്തില്ലെന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? എന്നെങ്കിലും അവർ ഭരിക്കുമ്പോൾ അവർക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ച് അവർ CBIക്ക് വിടുമോ? അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് പറയുമോ? സംസ്ഥാന ഏജൻസിക്ക് അന്വേഷണം ഒരിക്കലും ഏൽപ്പിക്കാതിരിക്കുമോ? ഒരു തീരുമാനമെടുക്കട്ടെ. ഇവിടെ അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞൊരു പോയിന്റിൽ വളരെ പ്രധാനമായുള്ളത്, അദ്ദേഹം പറഞ്ഞത് സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കാതിരിക്കാൻ, അദ്ദേഹത്തിന് ഒഴിവാക്കാൻ വേണ്ട അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ മാത്രമല്ലേ ശേഖരിക്കുമെന്നാണ്. അതേ പഴുതുകൾ ഉപയോഗിച്ച് തന്നെ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഡിഫൻസിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് 10 കൊല്ലം LDF സർക്കാർ ഭരിച്ചിട്ടും എന്നെ പ്രതിയാക്കാൻ വേണ്ട ഒന്നും മുന്നോട്ട് ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ എന്നാണ്. അപ്പോൾ അതിനും നമ്മൾ വില കൽപ്പിക്കേണ്ടി വരും. തോമസ് ഐസക്, ഒന്നുകൂടി പറഞ്ഞേ. അതായത് അഡ്വക്കേറ്റ് ഉദയഭാനു നമ്മുടെ ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസി മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചാൽ അദ്ദേഹത്തെ പ്രതി ചേർക്കേണ്ട എവിഡൻസുകളിലേക്ക് അവർ പോകില്ല, അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ട തെളിവുകൾ മാത്രമേ അവർ ശേഖരിക്കൂ എന്നത് സ്വാഭാവികമല്ലേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞത് 10 കൊല്ലം LDF ഭരിച്ചിട്ടും എനിക്കെതിരെ തെളിവുകൾ കൊണ്ടുവരാനോ എന്നെ പ്രതി ചേർക്കാനോ സാധിച്ചിട്ടില്ലല്ലോ എന്നാണ്.
അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യത്തിലും ന്യായമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു സ്വതന്ത്ര ഏജൻസി ആയിട്ടുള്ള CBI കുറിച്ച് പോലും പക്ഷപാതത്തെക്കുറിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. താരതമ്യേന കേന്ദ്ര സർക്കാരിൻ്റെ ദൈനംദിന തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നൊരു ഏജൻസിയല്ല. പക്ഷെ അതിനെക്കുറിച്ച് പോലും രൂക്ഷമായ വിമർശനം സുപ്രീം കോടതി അടക്കം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൂടുതൽ സ്വയംഭരണം നൽകാനുള്ള നടപടികൾ, തീരുമാനങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഇതാണ് CBIയുടെ സ്ഥിതിയെങ്കിൽ പിന്നെ നമ്മുടെ സംസ്ഥാന പോലീസിൻ്റെ കാര്യം എന്തായിരിക്കും? അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അങ്ങനെയുള്ളൊരു സംവിധാനം, ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് ശേഖരിക്കാനല്ല, മുഖ്യമന്ത്രിയുടെ തെളിവ് എങ്ങനെയാണ് ഒഴിവാക്കാനാവും, എതിരായിട്ടുള്ള തെളിവ് ഒഴിവാക്കാനാവും എന്നതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുക. ഇപ്പോൾ ടൈറ്റാനിയം കേസിൽ നമ്മളിത് കണ്ടതാണ്. ടൈറ്റാനിയം കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ ഒഴിവാക്കാൻ പറ്റുക? പക്ഷേ അന്വേഷിച്ച് വന്നപ്പോൾ മുഖ്യമന്ത്രി തെറ്റുകാരനല്ല. സരിത കേസിലും അത് തന്നെ, മുഖ്യമന്ത്രി തെറ്റുകാരനല്ല. ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെ താഴത്തുള്ളവരോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു കാണും എന്നുള്ള നിലയിലേക്ക് വരുന്നു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരിക, ഞങ്ങൾ നടത്തുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ ന്യായമായിട്ടും അങ്ങനെ ഒരു വിമർശനം ഉണ്ടാകാം എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിക്കാം. നിശ്ചയമായിട്ടും അത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, 2011 ഫെബ്രുവരി 11 ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി തന്നെ ഉൾപ്പെടുത്തിയത് നീതികേടാണ് എന്ന് കാണിച്ച് പാമോലിൻ കേസിലെ 2ാം പ്രതിയായിരുന്ന അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി TH മുസ്തഫ വിടുതല ഹർജി നൽകുന്നത്. അന്ന് അദ്ദേഹം ധ്വനിപ്പിച്ചത് ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വം എങ്ങനെ തൻ്റെ മേൽ കെട്ടിവെക്കുന്നു എന്നുള്ളതാണ്. അന്ന് മുതൽ തന്നെ അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലാണ്. അതിനുശേഷമാണ് പിന്നീട് വിജിലൻസ് അന്വേഷണത്തിന് LDF സർക്കാർ ഉത്തരവിടുന്നതും വിജിലൻസ് അന്വേഷണം ഒഴിവാക്കി അദ്ദേഹത്തെ ഒഴിവാക്കിയപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി തുടരന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് വിധിക്കുന്നതും പിന്നീട് അങ്ങോട്ടുണ്ടായ കാര്യങ്ങൾ താങ്കൾക്കറിയാം. സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഈ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഇന്നത്തെ പരാമർശങ്ങൾ ഗൗരവം അർഹിക്കുന്നതാണ്, ഗുരുതരമാണ്. ഇതിൽ ഇനി അദ്ദേഹം പറയുന്നു ഏത് അന്വേഷണത്തെയും നേരിടാൻ അദ്ദേഹം തയ്യാറാണെന്ന്. താങ്കൾ പറയുന്നത് പോലെ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി, താങ്കൾ CBI പോലും ആ ഗണത്തിൽപ്പെടുത്തുന്നില്ല, ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി ഇത് അന്വേഷിക്കണമെന്ന നിലപാട് താങ്കൾക്കുണ്ടോ? ആദ്യമായി താങ്കൾ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാര്യം TH മുസ്തഫ അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ തീരുമാനമല്ല, ഇത് ക്യാബിനറ്റിൻ്റെ തീരുമാനമാണ്. ക്യാബിനറ്റാണ് പവർ ആൻഡ് എനർജി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് പാമോലിൻ ഇറക്കുമതി ചെയ്യാൻ തീരുമാനമെടുത്തത്. ഞാൻ അന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ആയിരുന്നു എന്ന് മാത്രം. എന്നോടൊപ്പം ആ ക്യാബിനറ്റിൽ ധനകാര്യമന്ത്രിയിരുന്ന ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പം ക്യാബിനറ്റിലെ ഒരു അംഗമെന്ന നിലയ്ക്കാണ് എൻ്റെ പേരിൽ കേസ് വന്നതെങ്കിൽ, എനിക്കെതിരെ കേസെടുത്തതെങ്കിൽ സ്വാഭാവികമായി ക്യാബിനറ്റിലെ ധനകാര്യമന്ത്രിയുടെ പേരിലും കേസെടുക്കണം. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്ത കോടതി എനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തു, അതിനെക്കുറിച്ചാണ് എന്നെ വിടുതൽ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം ക്യാബിനറ്റിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പേരിലാണ് ഭക്ഷ്യമന്ത്രിയായ എന്നെ ക്രൂശിക്കുന്നതെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കണം, അദ്ദേഹത്തെയും പ്രതിയാക്കണം എന്നാണ് മുസ്തഫ പറഞ്ഞത്. അല്ലാതെ മുസ്തഫ ഉമ്മൻചാണ്ടി പ്രതിയാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ക്യാബിനറ്റിലെ അംഗങ്ങളുടെ പേരിൽ എല്ലാം കേസെടുക്കണം. അന്നത്തെ ധനകാര്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കണം. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ കോടതിയിൽ അച്യുതാനന്ദനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിന്റെ വിചാരണ നടക്കുന്നു. ആ വിചാരണയുടെ അന്തിമമായ വിധി വരുന്ന ദിവസം ഈ കേസ് തള്ളുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നടത്തിയ ചർച്ചകളൊക്കെ വൃഥാവിലാകും. അതേസമയം ആ കേസിന്റെ വിധിയിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് സുപ്രീം കോടതി തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ അന്വേഷണത്തെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് കോൺഗ്രസ് ആയിരിക്കും, UDF ആയിരിക്കും. ഞങ്ങളെക്കാൾ മുമ്പ് അത് ഉമ്മൻചാണ്ടി അതിനെ സ്വാഗതം ചെയ്യും. ആർക്കും ഒരു സംശയമാക്കി